നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം രാവിലെ കഴിഞ്ഞാൽ പിന്നീട് വൈകുന്നേരമാണ് അല്പം ശാന്തമായ ഒരു സമയം. കാരണം ആ പ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ അതിന് അനുയോജ്യമായ ഒരു അവസ്ഥ സൃഷ്ടിക്കും. ന്യൂസ് റൂമുകളുടെ കാര്യത്തിലും അങ്ങനെയാണ്. പക്ഷേ ഇന്ന് ഈ സമയവും വാർത്തകളുടെ കുത്തൊഴുക്കുള്ള സമയമാണ്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ നാളത്തേക്ക് വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. അവർക്ക് ഇന്നലെ അമിത്ഷാ ഉൾപ്പെടെ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു വികാരമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാർത്തകളുടെ കുത്തൊഴുക്കുള്ള ഒരു ഈവനിങ്ങിലാണ് നമ്മൾ നേരം വൈകുന്നേരം ആരംഭിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കന്യാസിമാരുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വരും മുൻപ് നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 1ലേക്ക്. ദുരൂഹതയുടെ മറ നീക്കാനുള്ള ശ്രമങ്ങൾ ധർമ്മസ്ഥലയിൽ തുടരുകയാണ്. ധർമ്മസ്ഥലയിൽ 4ാം ദിവസവും തുടർച്ചയായ 4ാം ദിവസവും അവിടെ തെരച്ചിൽ നടന്നു. ഇന്ന് നേത്രാവതി പുഴയുടെ തീരങ്ങളിൽ ഉള്ള ഭാഗങ്ങളിലാണ് ഇന്ന് തെരച്ചിൽ നടന്നത്. യന്ത്രഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തന്നെ നടന്നു. 8ാം പോയിന്റാണ് ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത 8ാം പോയിന്റിലാണ് ഇന്ന് തെരച്ചിൽ നടന്നത്. ഇന്ന് ഇതുവരെ നടന്ന തെരച്ചിലിൽ ഇന്നലത്തേതുപോലെയുള്ള ഒരു മുൻതൂക്കമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതലായി എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ. പക്ഷേ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഊർജിതമാക്കിക്കൊണ്ട് തന്നെ തെരച്ചിൽ ഈ ശുചീകരണ തൊഴിലാളികൾ പറഞ്ഞ ഇടങ്ങളിൽ നടത്താനാണ് ഈ SITയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ തീരുമാനം. എന്തായാലും അവിടെ തെരച്ചിൽ ഇന്ന് നടന്നു. ഏത് നിമിഷവും ഈ കൂടുതൽ തെളിവുകൾ ലഭ്യമാകും എന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നേത്രാവതി പുഴയുടെ തീരത്ത് ഉള്ള മേഖലയിലായിരുന്നു ഇന്ന് തെരച്ചിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഇന്നലെയാണ് പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. മാത്രവുമല്ല അവിടെ നിന്ന് തലയോട്ടി കണ്ടെത്തി. ഒരു സ്ത്രീയുടെ ബാഗും മറ്റ് വസ്ത്രവും അവശിഷ്ടങ്ങളും ID കാർഡിന്റെ അവശിഷ്ടവും ഉൾപ്പെടെ കണ്ടെത്തി. അപ്പോൾ ഇന്നലെ വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് 4ാം ദിനം ഇതുവരെ നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. അത് നമുക്കറിയാം. ഈ ദൗത്യം വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. അവിടെ തെരച്ചിൽ എന്നത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള വനമേഖലയുടെ ഭാഗങ്ങളാണ്. ഒരു ഭാഗത്ത് നേത്രാവതി പുഴ ഒഴുകുന്നു, കാലാവസ്ഥ അനുകൂലമല്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ അവിടെയുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ അവിടെ നടക്കുന്നത്. മാത്രവുമല്ല ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന സ്ഥലങ്ങൾ അത്ര എക്സാക്റ്റ് ആയിട്ട് ഓർത്തു വെക്കാനോ പറയാനോ കഴിയുന്ന സാഹചര്യവുമില്ല. കാരണം ഇപ്പോൾ ആ പ്രദേശത്തിന് ഇത്ര വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഊഹം വെച്ച് പറയുന്ന സ്ഥലങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. അവിടെ ശ്രമകരമായ ഒരു ദൗത്യം നടക്കുമ്പോൾ ഇന്നലെ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നു. ഇന്ന് പക്ഷേ ഇതുവരെ അത് കണ്ടെത്താനായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. ധർമ്മസ്ഥലയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു തുടരുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, അവിടെ നടക്കുന്ന തെരച്ചിലിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ KV ബൈജു നൽകും. ബൈജു, 4ാം ദിവസം ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. എത്രമാത്രം ശ്രമകരമായിട്ടാണ് ഈ ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നത്? എന്താണ് SITയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന വിവരം? ഇനി ഉള്ള എത്ര സമയം ഈ തെരച്ചിൽ അവിടെ തുടരും? നാളെ ഏത് പോയിന്റിലായിരിക്കും തെരച്ചിൽ നടക്കുക? ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ തെരച്ചിൽ ആരംഭിച്ചത്. ആദ്യം 7 പോയിന്റിൽ പരിശോധന നടത്തി. പക്ഷേ അവിടെ നിന്നും എന്തൊക്കെ വസ്തുക്കൾ കിട്ടി എന്ന കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണമില്ല. എന്തൊക്കെ വസ്തുക്കൾ കിട്ടി, അതല്ല അവിടുന്ന് ഏതെങ്കിലും തരത്തിലെ വസ്തുക്കൾ കിട്ടിയില്ല, ഇത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം SIT പുറത്തുവിടുന്നില്ല. ഇപ്പോൾ 8ലെ പരിശോധന നടക്കുന്നു. 8ലെ പരിശോധന നിർണായകമാണ്. അവിടുന്ന് എന്തൊക്കെ വസ്തുക്കൾ കിട്ടുന്നോ അത് നിർണായകമാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം 8 എന്ന് പറയുന്ന പോയിന്റ് മുതൽ 11 വരെയുള്ള ഇടങ്ങൾ, അവിടെയാണ് കൂടുതൽ ആളുകളുടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് സാക്ഷി മൊഴി നൽകിയിരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ പരിശോധന, അത് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ആ സ്ഥലങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇനി വരും ദിവസങ്ങളിൽ 9ഉം 10ഉം 11ഉം ആ 3 കേന്ദ്രങ്ങളിൽ കൂടി പരിശോധന നടത്തേണ്ടതുണ്ട്. അതും വളരെ നിർണായകമാണ്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന സ്നാനഘട്ട ഈ മേഖലയിലെ പരിശോധന പൂർത്തിയായി. ഇതിന് ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് 1ഉം 2ഉം പോയിന്റ് ഉള്ളത്. ആ 2 സ്ഥലങ്ങളിൽ നിന്നും നടത്തിയ പരിശോധനയിൽ ഒന്നിൽ
നിന്നാണ് ചില നിർണായക സൂചനകൾ കിട്ടിയത്, തെളിവുകൾ കിട്ടിയത്. പക്ഷേ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് SIT വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ വിവരങ്ങളൊന്നും മറ്റു വിവരങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല. അത് ഒരു സ്ത്രീയുടെ ബ്ലൗസും അതുപോലെ തന്നെ ബാഗും ഒപ്പം തിരിച്ചറിയൽ രേഖകളുമാണ് ലഭിച്ചത്. ഈ കാര്യത്തിൽ SIT അന്വേഷണം നടക്കുന്നുണ്ട്. ആ പഴയ കാലഘട്ടങ്ങളിൽ നടന്ന, അതായത് 95 മുതൽ 2014 വരെ നടന്ന കാലഘട്ടങ്ങളിൽ നടന്ന കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ ഈ ലഭിച്ച വസ്തുക്കൾക്ക് ബന്ധമില്ല എന്നാണ് SIT പ്രാഥമികമായി നൽകുന്ന വിവരമെങ്കിലും അത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഇവിടെ എത്തി, അത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലത്ത് തന്നെ പരിശോധന നടത്തുമ്പോൾ അത്തരം വസ്തുക്കൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാലും 6-ൽ നിന്നും വളരെ നിർണായകമായ തെളിവുകൾ ധർമ്മസ്ഥല കൂട്ടക്കൊല പരമ്പര വെളിപ്പെടുത്തലിൽ ലഭിച്ചു എന്നത് തന്നെയാണ് ഇതിലേറ്റവും ശ്രദ്ധേയം. ആ അസ്ഥികൂടം അതുപോലെ തന്നെ ഒരു തലയോട്ടി ഇത് ഫോറൻസിക് പരിശോധനയ്ക്കായി, വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അത് എത്ര വർഷം പഴക്കമുള്ളത്, അത്തരം പുരുഷൻ്റെതാണെന്ന് നേരത്തെ തന്നെ പ്രാഥമികമായ ഒരു നിഗമനം എത്തിയിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ അതിൽ വരാനുണ്ട്. അവിടെ നിന്നും 15 എല്ലിൻ കഷണങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് മറ്റാരുടേതെങ്കിലും അതിലുണ്ടോ, അതല്ല ഒരേ ആളുടെ തന്നെയാണോ എന്നൊക്കെ പരിശോധിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം പരിശോധനയും SITയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ക്യാമ്പ് ഓഫീസ് മംഗളൂരുവിലും ബെൽത്തങ്ങാടിലും ആരംഭിച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ പരാതികൾ വന്നതായാണ് അറിയുന്നത്. രഹസ്യാത്മകമായാണ് ആ രീതിയിലുള്ള പരാതികൾ സ്വീകരിക്കുന്നതും ആ വിവരങ്ങളൊന്നും പുറത്തുവിടാത്ത രീതിയിലുള്ള ആ പരാതി സ്വീകരിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന അസ്ഥി അതും ഈ ഇപ്പോൾ വരുന്ന പരാതിക്കാരുടെ DNA-യുമായി ഒത്തുചേരുന്നുണ്ടോ നോക്കുക. അതാണ് ഇതിലേറ്റവും പ്രധാനം. എന്തൊക്കെ വസ്തുക്കൾ 4-ലും 5-ലും പരിശോധന നടത്തിയപ്പോൾ ലഭിച്ചു, അതൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഒരു പക്ഷേ കൂടുതൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടോ എന്നതും ഒരു ചോദ്യം തന്നെ ഇരിക്കുന്നു. എന്നാലും SIT ഏറ്റവും അവസാനം മാത്രമേ ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുത്തൂ. പ്രധാനമായും ഈ കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള 13 ഇടങ്ങളിൽ പരിശോധന അതിനുശേഷം മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം SITയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകൂ. ആ 13 ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 13 ഇടങ്ങളിലും പരിശോധന നടത്തും. അതിനുശേഷം ഈ കേസിൽ ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ച് ഒരു ആലോചനയുണ്ടാകും. നിലവിൽ DGP നേരിട്ട് ഈ കേസിൽ ഇടപെട്ട് ആ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി നിർദ്ദേശം നൽകി. അതനുസരിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനും തീരുമാനമുണ്ട്. അത് വരും ദിവസങ്ങളിലുണ്ടാവും. ഈ മേഖലകളിൽ കൂടുതൽ പോലീസിൻ്റെ നിരീക്ഷണമുണ്ട്. പ്രത്യേകിച്ച് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്, ഇതാരാണ് തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ഇവിടെയുണ്ട്. അവരുടെയും കൃത്യമായ SIT നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. വരും ദിവസങ്ങളിൽ അവരെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ, അതെല്ലാം ഇനി കാത്തിരുന്നു തന്നെ കാണണം. എന്തായാലും ഭൂമിക്കടിയിലുള്ള ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ അത് പുറത്തു വരുമ്പോൾ ഒരുപാട് പേരുടെ ഇത്തരത്തിലുള്ള വേദനകളും അതുപോലെ തന്നെ കണ്ണുനീരുമുള്ള ഒരു മണ്ണാണ് അത്. നേരത്തെയൊക്കെ പല റിപ്പോർട്ടുകളിലായി ന്യൂസ് 18 തന്നെ പുറത്തുവിട്ടതാണ്. അവരുടെ എല്ലാം കണ്ണീരിന് ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം ഉണ്ടാകുമോ, അതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ഓരോ ആളുകളും, ആക്ഷൻ കമ്മിറ്റിയും. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. KB ബൈജു ആണ് ഇന്നത്തെ വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ തെരച്ചിലിൽ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പക്ഷേ തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരും. SIT സംഘം വിപുലീകരിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നതാണ് പറയുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. SITയുടെ നീക്കങ്ങളിൽ ഈ ഇരകളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ അവരുടെ നീക്കങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ദുരൂഹതയുടെ ചുരുളുകൾ അഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ തെരച്ചിൽ തുടരുകയാണ്. 4-ാം ദിവസം ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ 5-ാം ദിവസവും ഊർജിതമായി തന്നെ തെരച്ചിൽ തുടരും എന്ന വിവരമാണ് KB ബൈജു നൽകുന്നത്. ഫോക്കസ് നമ്പർ 2 പ്രതിഷേധവും ഡാമേജ് കൺട്രോളും. കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ വിഷയത്തിൽ ക്രൈസ്തവ സഭകളുടെ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള പ്രതിഷേധങ്ങളും ഡാമേജ് കൺട്രോൾ നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതും ഫലം കണ്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് NIA കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ ആ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന അമിത്ഷായുടെ വാക്കുകളാണ് പാഴ്വാക്കായി മാറിയിരിക്കുന്നത്. പക്ഷേ ഇത് തികച്ചും സാങ്കേതികം മാത്രം എന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ കൂടി വരുന്നുണ്ട്. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത് ശക്തമായ നിലപാടുകളാണ് ഛത്തീസ്ഗഡിലെ സർക്കാർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതിൽ വലിയ വ്യാപകമായ എതിർപ്പ് കേരളത്തിൽ നിന്ന് ഉണ്ടായി. ഇന്നലെ UDF MPമാരുടെ സംഘം
അമിത്ഷായെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അങ്ങനെ അമിത്ഷായാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തുമെന്ന് പറഞ്ഞത്, ഈ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് പറഞ്ഞത്, വിചാരണ കോടതിയിൽ തന്നെ പോകാൻ പറഞ്ഞു, പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോകും എന്ന വിവരങ്ങൾ വന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ജാമ്യാപേക്ഷ നൽകിയത് NIA കോടതിയിലാണ്. NIA കോടതിയിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർത്തിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. പക്ഷേ BJP നേതാക്കൾ പറയുന്നത് ഇത് വെറും സാങ്കേതികം മാത്രമാണ് എന്നതാണ്. കാരണം പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല. ആ ഒരു നിലപാട് അവർക്ക് അവിടെ സ്വീകരിക്കേണ്ടി വരും. അതൊരു സാങ്കേതിക കാര്യം മാത്രമാണ് എന്നതാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനും ഏതാണ്ട് അതുപോലെയുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത്. കാരണം സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അഭിഭാഷകൻ പറയുകയാണ്. നമുക്കറിയാം, അതിഗുരുതരമായ ആരോപണങ്ങളാണ് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉയർത്തപ്പെട്ടിരുന്നത്. മനുഷ്യക്കടത്ത്, ഒപ്പം തന്നെ മതം മാറ്റൽ തുടങ്ങിയുള്ള ആരോപണങ്ങൾ ആണ് ഉയർത്തിയിരുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലപാട് മയപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിൽ കന്യാസ്ത്രീകളുടെ അഭിഭാഷകർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സാങ്കേതികം മാത്രമാണോ ഇത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് നാളെ വരെ കാത്തിരിക്കണം. കാരണം ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി നാളത്തേക്ക് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ ജാമ്യം കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് ഒരു പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുന്നു. അങ്ങനെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമേ ഈ അന്വേഷണങ്ങൾ എത്തിയിട്ടുള്ളൂ എന്ന ഒരു മയപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വേണമെന്നോ ചോദ്യം ചെയ്യണമെന്നോ ഇവർ പുറത്തു നിൽക്കുന്നത് അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നോ എന്നുമുള്ള വാദം ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് പോസിറ്റീവാണ്. പക്ഷേ എതിർക്കില്ല എന്ന അമിത്ഷായുടെ വാക്ക് പാഴ്വാക്കായി എന്ന് പറയണം. കാരണം സാങ്കേതികമായിട്ടാണ് എങ്കിലും എതിർപ്പ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുത. പക്ഷേ സാങ്കേതികമാണ് ഇത് എന്ന് അനൂപ് ആന്റണി, മറ്റ് BJP നേതാക്കളൊക്കെ ഇതിനോടകം വിശദീകരിക്കുന്നുണ്ട്. പലരുടെയും പ്രതികരണം തേടുമ്പോൾ അവർ അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ പോലും ക്രൈസ്തവ സഭകൾ ഇത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ പാംപ്ലാനി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, ഇന്നലെ അമിത്ഷായുടെ വാക്കുകൾ പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ, പക്ഷേ ആ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് പറയുന്നത്. ബിഷപ്പ് പാംപ്ലാനി ഉൾപ്പെടെയുള്ളവർ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. വായ് മൂടിക്കെട്ടിയുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് ആശങ്കകളുണ്ട്. ഈ ആശങ്ക മാറണമെങ്കിൽ നമ്മൾ നാളെ വരെ കാത്തിരുന്നേ മതിയാകൂ. കാരണം നാളെയാണ് ഈ ജാമ്യാപേക്ഷ NIA കോടതിയിൽ വരിക. അതിനുശേഷമായിരിക്കും ഈ തീർപ്പുകൾ ഉണ്ടാവുക. അമിത്ഷായുടെ ഇടപെടൽ ഇന്നലെ ഉണ്ടായതിനു ശേഷവും സംസ്ഥാന സർക്കാർ കടുത്ത നിലപാട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നത്. അമിത്ഷാ നേരിട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ നിയമത്തിന്റെ വഴിക്ക് പോകും എന്നതായിരുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇത് സാങ്കേതികം മാത്രമാണോ അതോ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നോ എന്നതൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ആ ആശങ്ക ക്രൈസ്തവ സഭകൾക്കുമുണ്ട്. എന്തായാലും നമുക്ക് ഈ പ്രതികരണം ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നലെയും നിയമത്തിന്റെ വഴിക്ക് പോകും എന്നതാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞത്. छत्तीसगढ़ के नॉन का इशू है, उसको लेकर के गृह मंत्री से भी मिले थे विपक्ष के सांसद। कानून अपना काम कर रहा है। छत्तीसगढ़ के नॉन का इशू है, उसको लेकर के गृह मंत्री से भी मिले थे विपक्ष के सांसद। कानून अपना काम कर रहा है। എന്തായാലും വിഷ്ണു ദേസായി നിയമത്തിന്റെ വഴിക്ക് പോകും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഈ ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിൽ ഏറ്റവും കൂടുതൽ വെട്ടിലായിരിക്കുന്നത് സംസ്ഥാന BJP നേതൃത്വമാണ്. BJP നേതൃത്വം ഒരു സംഘത്തെ തന്നെ അവിടെ ഛത്തീസ്ഗഡിൽ അയക്കുകയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രതിനിധി സംഘത്തെ അയച്ചിരുന്നു. BJPയുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടിലെ ഇരട്ടത്താപ്പാണ് ഇത് എന്ന് ചൂണ്ടിക്കാട്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരികയും വലിയ പ്രതിഷേധമുയരുകയും ഒക്കെ ചെയ്ത സാഹചര്യം നിലനിന്നിരുന്നു. ക്രിസ്മസിന് കേക്കുമായി വീട്ടിലേക്ക് പോകുന്നവർ കയ്യാമം വെക്കുന്നു, മറ്റിടങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ സ്ത്രീ സമൂഹത്തിനെതിരെ എന്നൊക്കെ വലിയ വിമർശനം വരുമ്പോൾ തങ്ങളുടെ നിലപാട് എന്താണ് എന്നത് വിശദീകരിക്കേണ്ടി വരുന്നു BJP സംസ്ഥാന നേതൃത്വത്തിന്. ഇന്നലെ നമ്മൾ അങ്ങനെയുള്ള ഒരു ഡാമേജ് കൺട്രോൾ കണ്ടതാണ്. രാജീവ് ചന്ദ്രശേഖർ തന്നെ മുൻകൈയെടുത്ത് പ്രധാനമന്ത്രിയെ കണ്ടു, കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷമാണ് മറ്റുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ഇന്നും രാജീവ് ചന്ദ്രശേഖർ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ശ്രമങ്ങളിൽ തന്നെയാണ്. തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ ക്രൈസ്തവ
ക്രൈസ്തവ സമൂഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത് വലിയ ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ്. അവർ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അവർ വലിയ ആശങ്കയിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കൂട്ടുകെട്ട് അല്ലെങ്കിൽ കേക്ക് അങ്ങനെയുള്ള സൗഹൃദം ഈ കാര്യങ്ങളിലൊക്കെയുള്ള തീരുമാനവും നിലപാടും അറിഞ്ഞതിന് ശേഷം മതി എന്നതാണ് ക്രൈസ്തവ സഭകൾ സ്വീകരിക്കുന്ന നിലപാട്. എന്തായാലും ഡാമേജ് കൺട്രോളിനുള്ള നീക്കം വളരെയധികം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. നമുക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെയും മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും പ്രതികരണം കേൾക്കാം. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഈ നടന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാണ് വന്നത്. അത് രാജീവ് തന്നെ പറയും. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവരിതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചെയ്ത എല്ലാ രാഷ്ട്രീയം, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം കിട്ടണം. ഓരോ രാജ്യത്തെയും ഓരോ സംസ്ഥാന നിയമങ്ങൾ പാലിക്കണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കുള്ള പ്രത്യേകിച്ചും ഞങ്ങൾക്കൊരു വിഷമമുള്ളത് ഇന്നു മുതൽ തുടങ്ങിയതല്ല, കുറേ നാളുകളായി തന്നെ ഈ ക്രിസ്ത്യൻസിനെതിരെ ആക്രമണങ്ങളുണ്ട്. അത് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയിച്ചു. ഞാനിപ്പോൾ രാജീവിനോട് അതും പറഞ്ഞു. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം സംരക്ഷണം കിട്ടണം. അതിനേക്കാൾ അവർ നീതി നടപ്പാക്കണം. ഇപ്പം ഞങ്ങളുടെ ആഗ്രഹം ഇത് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് നീതി, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. മിഞ്ഞാന്ന് ഞാൻ പ്രൈം മിനിസ്റ്ററിന്റെ ഒപ്പം ഇരുന്നു. അദ്ദേഹം ഉറപ്പ് തന്നു ഇവർക്ക് ജാമ്യം കിട്ടും, കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ MPസിനോടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോസസ്സാണ്, ആ പ്രോസസ്സ് നടക്കട്ടെ. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. കന്യാസ്ത്രീമാരുടെ വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ ഒരു നീതി, ഒരു നിയമപര ഒരു പ്രോസസ് ഉണ്ട്. അത് നടക്കണം. അതിനെ കോംപ്രമൈസ് ചെയ്യരുതെന്നാണ് ഞാൻ ഇന്നലെ ഞാൻ അഭ്യർത്ഥിച്ചത്. അത് മറ്റൊരു കേൾക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖറിനെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അമിത്ഷാ. എന്തിനാണ് എന്ന കാര്യമൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ന്യൂസ് 18 കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നൽകിയിരുന്നു. അത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. ചെങ്ങന്നൂരിൽ ഒരു ക്രിസ്തു മതത്തിലേക്ക് പോയ ഹിന്ദുക്കളെ തിരികെ കൊണ്ടുവന്ന ഒരു മതപരിവർത്തന ചടങ്ങ് നടന്നിരുന്നു. ഇന്ന് ഈ വിഷയങ്ങളൊക്കെ രാവിലെ ചർച്ചയ്ക്കെടുക്കുമ്പോൾ കത്തോലിക്ക സഭാ പ്രതിനിധി ഫാദർ ഫിലിപ്പ് കവിയിലും ഒപ്പം തന്നെ RV ബാബുവും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്ന് രാവിലെ ഞങ്ങളുടെ ട്രെൻഡ്സ് എന്ന ഷോയിൽ നടന്നത്. മതപരിവർത്തന നിയമങ്ങൾ ഈ സംസ്ഥാനങ്ങൾ പിൻവലിക്കണം എന്ന ഒരാവശ്യം ബിഷപ്പ് ജോസഫ് പാംപ്ലാനി മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ ചൊല്ലിയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് RV ബാബു അതിശക്തമായി രംഗത്ത് വന്നത്. ആ ഒരു പ്രതികരണം കൂടി നമുക്ക് കാണാം. നിങ്ങൾ അകാരണമായി തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ രണ്ട് സിസ്റ്റർമാരെ, അവര് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റർമാരാണ് അവര്. മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് സേവനം മറയാക്കിയിട്ടുള്ളത് മതമാറ്റത്തിന് വേണ്ടിയാണ്. ഒരു മറയില്ല. ഞങ്ങൾ തുറന്നാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ നേരിട്ട് നോക്കൂ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. ഈ സിസ്റ്റർമാർ അവരെ ആരെ ഒളിച്ചും പാത്തും കൊണ്ടുവരുന്നില്ല, നേരിട്ട് ചെയ്തതാണ്. നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം ഇവിടത്തെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് കടന്നു എന്ന് അവരുടെ ദാരിദ്ര്യം മുതലാക്കി. അതുകൊണ്ട് ആ സിസ്റ്റർ നിർമ്മല എന്താണ് മുതലാക്കുന്നത്? എന്താണ് ഈ മുതലാക്കുന്നത്? നിങ്ങൾ ഈ പറയുന്നതിന് ദാരിദ്ര്യം എന്ന് പറയുന്ന സിസ്റ്റർ നിർമ്മലയാണ്. മതപരിവർത്തനത്തെ കുറിച്ചാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ? ഇന്ത്യയില് ഹൈന്ദവ ആശ്രമങ്ങളില് വിദേശത്തുള്ള ക്രിസ്ത്യാനികൾ വന്ന് മതം മാറുന്നതിനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിദേശത്തടക്കം അമൃതാനന്ദമയിയുടെ ആശ്രമങ്ങൾ, സത്യസായിയുടെ പ്രവർത്തനങ്ങൾ, രവിശങ്കറിന്റെ പ്രവർത്തനങ്ങൾ, അതേപോലെ നിരവധി ആശ്രമങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്നൊന്നും ആരെയും ഈ പ്രലോഭിപ്പിച്ച്
പ്രലോഭിപ്പിച്ച് തന്നെയാണ് മാറ്റുന്നത്. ഞാൻ പറയട്ടെ, പ്രലോഭിപ്പിച്ച് തന്നെയാണ് മാറ്റുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറഞ്ഞ ക്രിസ്ത്യാനികള് ഹിന്ദുക്കളാകുമ്പോൾ ഞങ്ങൾ ആരും അതിനെതിരെ നിന്നിട്ടില്ല. എന്തുകൊണ്ട് തിരിച്ചത് നടക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അഭയോട് കാണിച്ചിട്ടില്ല. നിങ്ങൾ സിസ്റ്റർ അഭയൊന്നല്ല ഇവിടെ വിഷയം. നിങ്ങൾ പറയുന്നത് മതപരിവർത്തനത്തിന്റെ കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ വേറെ കാര്യത്തിലേക്ക് പോകാതെ നിങ്ങൾ വിഷയത്തിൽ നിൽക്കൂ. നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാത്തപ്പോൾ നിങ്ങൾ മറ്റു കാര്യങ്ങൾ എടുത്തുകൊണ്ട് വിഷയത്തിൽ മാറാൻ പാടില്ല. എന്തായാലും വലിയ ഏറ്റുമുട്ടലായിരുന്നു ആ ഷോയിൽ തന്നെ ഉണ്ടായത്. ഈ കണക്കിനാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. CPM-ഉം ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. കന്യാസ്ത്രീയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നതാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. കോൺഗ്രസ് ഈ വിഷയത്തിൽ കൂടുതലായി ഇടപെടുമ്പോൾ ഛത്തീസ്ഗഡിൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഒരു വിഷയവും നടത്തിയിട്ടില്ല, ഒരു പ്രതിഷേധവും നടത്തിയിട്ടില്ല എന്ന് MV ഗോവിന്ദൻ പറയുകയാണ്. മാത്രവുമല്ല, ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് CPM നീങ്ങുന്നു. ഈ മാസം 3-4 തീയതികളിൽ പ്രതിഷേധ സംഗമം നടത്താനാണ് CPM-ന്റെ തീരുമാനം. ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത് സംഘപരിവാറിന്റെ RSSന്റെ സർസംഘ് ചാലക് ഗോൾവാൾക്കർ തന്നെയാണ്. എന്തായാലും വലിയ ഒരു ഏറ്റുമുട്ടൽ, രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് കൂടി ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് നീങ്ങുകയാണ്. CPM പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നു. ക്രൈസ്തവ സഭകൾ ഈ സമയവും സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം നടത്തുന്നു. കോൺഗ്രസ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ എടുത്ത നിലപാട് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ക്രൈസ്തവർ BJP-യുമായി അടുത്തതിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായത് കോൺഗ്രസിനാണ്. ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് വീണ് കിട്ടിയ ഒരു അവസരം കോൺഗ്രസ് പരമാവധി ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുന്നത്. വലിയ ഒരു രാഷ്ട്രീയ വിവാദമായി തന്നെ മാറുകയാണ് ഈ വിഷയം. ആ സമയത്താണ് BJP ഡാമേജ് കൺട്രോളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും നാളെ ജാമ്യാപേക്ഷയിൽ ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്, ഒപ്പം തന്നെ ജാമ്യം കിട്ടുമോ എന്നതൊക്കെ വളരെ നിർണായകമാണ്. കന്യാസ്ത്രീകൾക്കും നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 3-യിലേക്ക്. വീണ്ടും ഗ്രീഷ്മ മോഡൽ. നമുക്കറിയാം, കേരളത്തെ ഒന്നാകെ നടുക്കിയ സംഭവമായിരുന്നു ഷാരോൺ എന്ന യുവാവിനെ ഗ്രീഷ്മ എന്ന പെൺകുട്ടി കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ സംഭവം. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു. സമാനമായ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം ആവർത്തിക്കപ്പെടുകയാണ് എറണാകുളത്ത്. അവിടെ ആൺ സുഹൃത്തിനെ പെൺ സുഹൃത്ത് ഇതുപോലെ വിഷം നൽകി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഈ എറണാകുളം കോതമംഗലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അൻസിൽ എന്ന് പറയുന്ന ഒരു യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ യുവാവ് പെൺസുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങും വഴി ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുന്നു. ഒപ്പം തന്നെ ബന്ധുക്കളോടും അവൾ എന്നെ ചതിച്ചു എന്ന നിലയിൽ മരണമൊഴി നൽകിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ വിവരം പുറത്തറിഞ്ഞത്. എന്തായാലും ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ, പെൺസുഹൃത്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവർ കുറ്റം സമ്മതിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ സംഭവം എന്നത് നമുക്ക് പരിശോധിക്കാം. അൻസിലും പെൺസുഹൃത്തും തമ്മിൽ കുറേ നാളായി ബന്ധമുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ വരെ ഉണ്ടായിരുന്നു. അൻസിലിന് പെൺസുഹൃത്തിന്റെ മറ്റ് ബന്ധങ്ങൾ ഉണ്ടോ എന്ന സംശയമുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളും പതിവായിരുന്നു. അങ്ങനെ അകൽച്ചയിൽ കഴിയുകയായിരുന്നു കുറച്ചു നാളായി അൻസിലും ഈ പെൺകുട്ടിയും. അതിനുശേഷം കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് അൻസിൽ പെൺസുഹൃത്തിന്റെ വീട്ടിൽ എത്തുന്നത്. ഈ പെൺസുഹൃത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിയ അൻസിൽ ബഹളം വയ്ക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം പുലർച്ചെ അൻസിൽ പോലീസിനെ വിളിച്ച് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നതും വിശദീകരിക്കുന്നു. ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി അൻസിൽ മരിക്കുകയാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതും അൻസിൽ വ്യക്തമാക്കിയ വിവരങ്ങളും ന്യൂസ് 18നോട് അൻസിലിന്റെ തന്നെ ബന്ധുക്കളായ ആളുകൾ വെളിപ്പെടുത്തി. അതൊന്ന് കേൾക്കാം. സഹോദരൻ വിളിച്ച് പറയുക ചെയ്ത്, പിന്നെ അങ്ങനെ വിഷമകത്ത് നിന്ന് ഹോസ്പിറ്റലിൽ
കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ ഉള്ളിൽ വിഷം അകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആംബുലൻസിൽ വെച്ച് പുള്ളി പറഞ്ഞു, പുള്ളിയുടെ കൊണ്ടുപോയത് പുള്ളിയുടെ സഹോദരൻ തന്നെയാണ്. ആംബുലൻസിൽ വെച്ച് പറഞ്ഞു ബ്ലഡ് അല്ല ഈ വിഷം അവർക്ക് എല്ലാവരും കൂടി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്തതെന്നാണ് പറഞ്ഞത്. വയറിനകത്ത് പോയിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് 500 ml അകത്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ 300 ml അകത്തുണ്ട്. ഇത് ഒരുപാട് ഇത് അളവ് കൂടുതൽ അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പെണ്ണ് പുറത്തുനിന്ന് തന്നെയാണ് പറഞ്ഞേക്കണം. പെൺകുട്ടിയായിട്ട് ഇവർക്ക് അത് സൗഹൃദം സാമ്പത്തികമായിട്ട് ചെറിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പെൺകുട്ടീന് ഇതിനു മുമ്പായിട്ട് ആ വീട്ടിൽ പോയിട്ട് ചെറിയ മർദ്ദനമൊക്കെ ആ പെണ്ണായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് തീർത്തതൊക്കെയായിരുന്നത്. അപ്പൊ ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഈ പെങ്കൊച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ നിന്നെ മോനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നാണോ പറഞ്ഞാലേ അതറിയില്ല, എന്തിനാന്നറിയില്ല. അവരുടെ വീട്ടിൽ പോയ സമയത്താണോ വിഷം കൊടുത്തിട്ടുള്ളത്? ഇല്ല, അവക്കടെ വീട്ടിൽ ചെന്ന് എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ലത്. സംഭവം സാർമാരെ ഇവൻ വിളിച്ചാണ് പോലീസുകാരെ അറിയണത്. ഇവള് ഞങ്ങളുടെ വീട്ടിലേക്ക് അവർക്കടെ വീട്ടിലേക്ക് മോനെയും ഉമ്മാനെയും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ വിഷം കടത്തി ഇവിടെ കിടപ്പുണ്ട്, എടുത്തോണ്ട് പൊക്കോട്ടോ എന്ന് പറഞ്ഞു. 300 ml വിഷം ഈ അൻസിലിന്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. അത് പുല്ലിന് തളിക്കുന്ന വിഷമാണ് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ പെൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അതിനെ തുടർന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇയാളെ വിളിച്ചു വരുത്തിയത് എന്ന് പെൺ സുഹൃത്ത് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനിയിപ്പോൾ അൻസിലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നാൽ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഈ പെൺ സുഹൃത്തിനെതിരെ ചുമത്താനാണ് പോലീസിന്റെ നീക്കം. ഈ അൻസിൽ എന്ന് പറയുന്ന യുവാവ് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ്. അതിൽ 2 കുട്ടികളുണ്ട്. ഈ പെൺ സുഹൃത്ത് ഒരു അതിജീവിതയാണ്. മറ്റൊരു കേസിൽ അതിജീവിതയായ പെൺ സുഹൃത്താണ്. അവർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ദുരൂഹതകളും ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അതിജീവിത ആയതുകൊണ്ടാണ് നമ്മൾ അവരുടെ പേര് ഈ കേസിലാണെങ്കിൽ പോലും പുറത്തു പറയാത്ത ഒരു സാഹചര്യമുള്ളത്. കുറച്ചുകൂടി കഴിയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ എന്താണ് ഒരു പക്ഷേ പേര് വെളിപ്പെടുത്തേണ്ടി വരികയാണെങ്കിൽ വെളിപ്പെടുത്താം. എന്തായാലും ഈ ഘട്ടത്തിൽ ഞാനതിന് മുതിരുന്നില്ല. എന്തായാലും അതിജീവിതയാണ്. മറ്റൊരാൾ വിവാഹിതനായ വ്യക്തിയാണ് ഈ കൊല്ലപ്പെട്ടത്. ഈ കുറച്ച് ദുരൂഹതകളുടെ മറ നീക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ്. സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറോ? നമുക്കറിയാം, ചേർത്തലയിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളാണ് ഉരുത്തിരിഞ്ഞത്. ജൈനമ്മയുടേതാണ് മൃതദേഹം എന്ന സംശയത്തെ തുടർന്ന് DNA പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുന്നത്. പിന്നീട് അത് ബിന്ദു എന്ന സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള അന്വേഷണങ്ങളിലേക്ക് നീങ്ങുന്നു. കാരണം സെബാസ്റ്റ്യനുമായി ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീക്കും ബന്ധമുണ്ടായിരുന്നു. അവരെയും സമാനമായ നിലയിൽ കാണാതായതാണ്. പിന്നെ അതിനുശേഷം ഐഷ എന്ന സ്ത്രീയുടെ തിരോധാനത്തിലും സെബാസ്റ്റ്യന്റെ പങ്ക് സംശയിക്കപ്പെട്ടു. അങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെതിരെ വലിയ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുന്നത്. ഈ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ കൊടും ക്രിമിനലാണെന്ന് വെളിപ്പെടുന്ന ചില തുറന്നു പറച്ചിലുകൾ വരുന്നത്. ബിന്ദു പത്മനാഭനും ജൈനമ്മയ്ക്കും പുറമെ ഐഷയെയും സെബാസ്റ്റ്യൻ തന്നെ കൊലപ്പെടുത്തിയതാകുമെന്ന് തുറന്നു പറയുന്നത് ഐഷയുടെ സുഹൃത്തും ഒപ്പം സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തുമായ സ്ത്രീയാണ് ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ നടത്തുന്നത്. റോസമ്മ ന്യൂസ് 8 നടത്തിയ ഈ തുറന്നു പറച്ചിൽ ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ ഒരു കൊടും ഭീകരനാണ് അല്ലെങ്കിൽ കൊടും കുറ്റവാളിയാണ് എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലാണ്. ഈ കാര്യങ്ങളൊക്കെ താൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് റോസമ്മ പറയുന്നുണ്ട്. താനും ഒരുപക്ഷെ സെബാസ്റ്റ്യന്റെ കൈകൊണ്ട് കൊല്ലപ്പെടേണ്ടതായിരുന്നു, കഷ്ടിച്ചാണ് താൻ രക്ഷപ്പെട്ടത് എന്ന ഒരു വിവരം കൂടി റോസമ്മ ന്യൂസ് 8 പങ്കുവച്ചു. അവരുടെ ചേടത്തിയുടെയോ മറ്റായിരുന്നു, ചേച്ചിയുടെയോ മറ്റായിരുന്നു. അവരുടെ സ്ഥലം ഇവരുടെ പേരിൽ എഴുതി മേടിക്കാനായിരുന്നു ഇവർ ഈ പൈസയൊക്കെ കളക്ട് ചെയ്തത്. ഏതായാലും പിറ്റേ ദിവസം ആധാരവും നടന്നില്ല, ആളിനെ തലേദിവസം ഇല്ലാതെ ആയില്ലേ.
ഐഷയുടെ പൈസ സെബാസ്റ്റിന്റെ കയ്യിൽ ഉണ്ടെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. എങ്കിലും കാണും അവര് അവിടെ കളക്ട് ചെയ്ത് അത്രയും പൈസയൊന്നും അന്ന് ആ വീട്ടിലില്ലായിരുന്നു. പോലീസ് പരിശോധിച്ചപ്പോഴും അല്ലെങ്കിൽ ആങ്ങളമാരും ഒക്കെ കൂടി മക്കളും കൂടെ കൂടി അത് പരിശോധിച്ചേ. സെബാസ്റ്റ്യൻ എന്തെങ്കിലും സഹായിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഐഷേനെ. അത് കൊണ്ടായിരിക്കും പോയത്. പൈസ പോരാത്ത തികയാതെ വന്നത് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് വല്ലതും ആയിരിക്കും പോയത്. ഒരു ദിവസം മുഴുവൻ അവർ ഒരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സമാനമാണ് ഈ 3 സ്ത്രീകളുടെയും തിരോധാനം, അവർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ. കാരണം ഈ 3 സ്ത്രീകളും ഏതാണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളായിരുന്നു. ഇവർക്ക് സെബാസ്റ്റ്യനുമായി 3 പേർക്കും ബന്ധമുണ്ടായിരുന്നു. അത് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ബന്ധമാണ്, സാമ്പത്തിക ഇടപാടുകളാണ്. ഈ 3 സ്ത്രീകളും കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞാണ് ബന്ധുക്കൾ പരാതി പോലും പോലീസിനെ അറിയിക്കുന്നത്. കാരണം അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളാണ്. ഈ ഐഷയുടെ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഐഷ വാർനാട് സ്വദേശിയാണ്, ചേർത്തല വാർനാട് സ്വദേശിയാണ്. അപ്പോൾ 2012 കാണാതായി. 2012 മെയ് 13 ബാങ്കിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണ്. പിന്നെ മടങ്ങി വന്നില്ല. ആരാധനാലയങ്ങളിൽ എവിടെയെങ്കിലും പോയതായിരിക്കും. പതിവ് പോലെ അങ്ങനെ പോകുന്ന ശീലമൊക്കെ ഉള്ള ആളായതുകൊണ്ട് തന്നെ ബന്ധുക്കൾ കണക്കിലെടുത്തില്ല. അവരൊരു മെയ് 21 വരെ കാത്തിരുന്നതിന് ശേഷമാണ് അമ്മയെ കാണാനില്ലെന്ന പരാതിയുമായി ഐഷയുടെ മക്കൾ ചേർത്തല പോലീസിനെ സമീപിച്ചത്. അതിനുശേഷം ഈ ഐഷ ഒരു പുരയിടത്തിൽ ഒറ്റയ്ക്ക് ഒരു വീട് കെട്ടാനുള്ള ശ്രമത്തിലായിരുന്നു. അവിടെ ഒരു ഷെഡൊക്കെ ഒരുക്കി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ ആ വസ്തുവിൻ്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കുറച്ച് പണം സ്വരൂപിച്ചിരുന്നു. പക്ഷേ ആ പണം ആ വസ്തുവിൻ്റെ ഉടമയ്ക്ക് കൊടുത്ത് അത് സ്വന്തം പേരിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ സ്വരൂപിച്ച പണം അവരിൽ നിന്ന് കാണാതായിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ ഇത്തരത്തിൽ പണമുള്ള സ്ത്രീകളെ, അതും ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളെ ലാക്കാക്കി ചില ഇടപാടുകൾ നടത്തിയിരുന്നു. അവരിൽ നിന്ന് പണം അപഹരിച്ചിരുന്നു. അതിനുശേഷം അവരെ വധിക്കുന്ന ഒരു ശീലം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സീരിയൽ കില്ലറാണ് സെബാസ്റ്റ്യൻ എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഐഷയെ കാണാതാകുന്നത് 4 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്യാനായി തീരുമാനിച്ച ദിവസമാണ്. അപ്പോൾ അതിനുള്ള പണം അവർ കരുതിയിരുന്നു. ആ പണം സെബാസ്റ്റ്യൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത്. ബിന്ദു പത്മനാഭന്റെ കേസിലും അവർക്ക് ഒരുപാട് സ്വത്തിനുടമയായിരുന്നു ബിന്ദു പത്മനാഭൻ. കോടികളുടെ സ്വത്തുണ്ടായിരുന്നു. സഹോദരങ്ങളും ബന്ധുക്കളുമൊക്കെ വിദേശ രാജ്യത്തായിരുന്നു. അപ്പോൾ അവരുടെ കേസിലും ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകും. എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തൽ കൂടി ഈ റോസമ്മ നടത്തുകയാണ്. തന്നെയും അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. സ്ത്രീകളെ വശീകരിച്ച് ഒപ്പം കൂടുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു സെബാസ്റ്റ്യൻ എന്നതുകൂടി റോസമ്മ പറയുന്നു. ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചല്ലേ ആ സ്ഥലം വൃത്തിയാക്കാനൊക്കെ നിന്നിരുന്നത്? അതെ, അത് ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോഴാണ്. എന്തായിരുന്നു അന്നുണ്ടായത്? അല്ല, ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോ അവര് JCB വിളിച്ച് സ്ഥലം തെളിപ്പിച്ചു. മാവേന്ന് മാങ്ങയൊക്കെ പറിച്ചോണ്ട് പോയി. ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നേ ഉള്ളൂ. ഐഷയോട് ചോദിച്ചിട്ടുണ്ടല്ലോ, സെബാസ്റ്റ്യനോട് വിവാഹാലോചന നടത്തി റോസ്മി ചേച്ചി കബളിപ്പിക്കാൻ ശ്രമിക്കുവാണെന്ന് റോസ്മി ചേച്ചിക്ക് മനസ്സിലായിരുന്നു അല്ലേ? മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാനത് അറിയിക്കാതെ വിവരം അറിയാൻ അച്ഛൻ്റെ അടുത്ത് പോയത്. ഇവിടെ പള്ളിയിൽ അച്ഛനോടെന്ന് ചോദിച്ചാൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് അതാ അച്ഛൻ അന്നേരം ഇത് കേട്ടപ്പോഴേ തലയ്ക്ക് കൈ വെച്ചു. എൻ്റെ പിതാവേ എന്ന് പറഞ്ഞ് 2 കൈയും തലയ്ക്ക് കൊടുത്തോണ്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുക ചെയ്ത്. ഈ ലോകത്തിലുള്ള ഏറ്റവും ഫ്രോഡ് മനുഷ്യൻ ഇതിലും മെച്ചമായിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അവർ JCB വിളിച്ച് സ്ഥലം തെളിപ്പിച്ചു. മാവേന്ന് മാങ്ങയൊക്കെ പറിച്ചോണ്ട് പോയി. ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നേ ഉള്ളൂ. ഐഷയോട് ചോദിച്ചിട്ടുണ്ടല്ലോ മാങ്ങ പറിച്ച കാര്യമൊക്കെ? ഐഷ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ? പറഞ്ഞു. സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ സൗഹൃദം ഉണ്ട്. ഉള്ളതുകൊണ്ടല്ലേ തൻ്റെ അടുത്തല്ലേ ചെയ്തേ. സെബാസ്റ്റ്യൻ ഇവിടെ സ്ഥലം നോക്കാൻ വന്നു. റിയൽ എസ്റ്റേറ്റായിട്ട് സ്ഥലം നോക്കാൻ വന്നു. അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി ആൾക്കാരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറമ്പ് വെച്ചു. പക്ഷെ ആരും വന്നില്ല. ഈ റോസമ്മയെ സമീപിക്കുന്നതിൻ്റെ കാര്യമാണ്. സെബാസ്റ്റ്യൻ എങ്ങനെയാണ് സമീപിച്ചത് എന്നത് പറയുകയാണ്. റോസമ്മയ്ക്ക് ഭൂമി വിൽക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടുള്ള വ്യക്തിയായിരുന്നു. ഇവരെ സമീപിക്കുന്നു. അതിനുശേഷം ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്താമെന്ന് പറഞ്ഞുള്ള പരിചയം പിന്നീട് ഒരു ഇഷ്ടത്തിലേക്ക് വഴിമാറുന്നു. ഇവർക്ക് വിവാഹ വാഗ്ദാനമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റോസമ്മ പറയുന്നത് ബിന്ദു പത്മനാഭന്റെ കൊലപാതകത്തിന് ശേഷമായിരിക്കും അയാൾ തന്നെ തേടി വന്നത് എന്നതാണ്. അപ്പോൾ റോസമ്മയുമായി ബന്ധം തുടരുമ്പോൾ തന്നെ അവർ ഇല്ലാത്ത ഒരു ദിവസം അവിടെ ഐഷയുമായി വരുന്നു. അവരുടെ പറമ്പൊക്കെ വൃത്തിയാക്കുകയും അങ്ങനെയുള്ള തിരിമറികളൊക്കെ നടന്നു. പിന്നീട് അവർക്ക് ഇയാളുടെ സ്വഭാവം മനസ്സിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നതാണ് ഇപ്പോൾ റോസമ്മ വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ ലക്ഷ്യമിട്ട് ഇയാൾ ചില കാര്യങ്ങൾ നടത്തിയിരുന്നു. മാത്രവുമല്ല, ഈ ഐഷയെ കാണാതാകുന്ന സാഹചര്യം ഉണ്ടായതിനു ശേഷം
ആ കോളിൽ നിന്ന് ഐഷയുടെ ഫോണിൽ നിന്ന് തനിക്ക് കോൾ വന്നിട്ടുണ്ട് എന്ന് റോസമ്മ പറയുകയാണ്. അപ്പോൾ ആ ഫോൺ പലതവണ വരികയും അറ്റൻഡ് ചെയ്യുമ്പോൾ പിന്നീട് ഒന്നും മറുപടി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നു റോസമ്മ. പലതവണ ആ കോൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. നമുക്കറിയാം, ജയനമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോണാണ് ഏറ്റവും നിർണായകമായി ഇരിക്കുന്നത്. ആ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചതിന് തെളിവുകൾ ഉണ്ടായിരുന്നു. അയാൾ ആ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ കൊല്ലുന്ന സ്ത്രീകളുടെ മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിച്ചിരുന്നു. അതുപയോഗിച്ച് ചില ഫോൺ വിളികളൊക്കെ നടത്തിയിരുന്നു. ഒരുപക്ഷെ അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കുക ആയിരിക്കാം അതുകൊണ്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ വലിയ ദുരൂഹതകൾ ഈ സെബാസ്റ്റ്യന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ഇനിയും സ്ത്രീകൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരള പോലീസ് നമുക്കറിയാം അവരുടെ അന്വേഷണ മികവൊക്കെ ഒരുപാട് പാടിപ്പുകഴ്ത്തിയിട്ടുള്ളതാണ്. പക്ഷേ 3 സ്ത്രീകളുടെ തിരോധാനം, അതിൽ 3 സ്ത്രീകളുമായും ഒരേ വ്യക്തിക്ക് ബന്ധം, അതിനുശേഷം അവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണാതാകുന്നു. ആ കാണാതാകലിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷേ ബന്ധുക്കൾ പരാതി നൽകിയിട്ട് ഈ അന്വേഷണങ്ങളൊന്നും എവിടെയും എത്തിയില്ല ഇത്രയും കാലം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് പറ്റുന്നത് എന്ന ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. എന്തായാലും ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇനിയെങ്കിലും അതൊക്കെ നീക്കി മുന്നോട്ട് പോകട്ടെ. ഇപ്പോൾ ദുരൂഹതയുടെ ചുരുളഴിയുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഇരകളുണ്ടോ എന്ന സംശയമൊക്കെ ഉയരുകയാണ്. നമുക്കെന്തായാലും കാത്തിരിക്കാം. വേനലവധിയോ മഴയവധിയോ, ഈ ചർച്ച സജീവമാക്കിയിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയാണ്. നമ്മുടെ വേനലവധി നമുക്കറിയാം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അത് വലിയ മഴയുള്ള മൺസൂൺ കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റിയാലോ എന്ന ഒരു ചോദ്യം ഫേസ്ബുക്കിലൂടെ വി ശിവൻകുട്ടി ചോദിക്കുന്നു. അത് ഒരു നിർദ്ദേശമായി, ഒരു ചർച്ചയ്ക്കുള്ളൊരു വിഷയമായാണ് മന്ത്രി അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യൂ, അതിനുശേഷം അതിൽ കുട്ടികൾക്കുതകുന്ന ഒരു തീരുമാനമെടുക്കാം എന്നതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം. അതനുസരിച്ചുള്ള ഒരു ആരോഗ്യപരമായ ചർച്ച നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്തരം മാതൃകകളൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അതിന് തുടക്കമിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതേസമയം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അപ്പോൾ 2 കാലങ്ങളും ക്ലൈമറ്റ് എക്സ്ട്രീം ലെവലാണ് നമ്മളെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. രണ്ടും അപകടകരവുമാണ്. അപ്പോൾ ഏതാണ് ബെറ്റർ എന്നൊരു തീരുമാനം നമുക്ക് പെട്ടെന്നെടുക്കുക അത്ര പോസിബിൾ അല്ല. അതിൽ കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏതാണ് മികച്ചത്, അതിലൊരു ചർച്ച നടക്കട്ടെ എന്നതാണ് മന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഒരു പൊതു ചർച്ചയ്ക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ആരോഗ്യപരമായ ചർച്ച തന്നെ ഇപ്പോൾ നടന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. പല കോണുകളിൽ നിന്ന് ആളുകൾ മന്ത്രിയുടെ ഫേസ്ബുക്കിൽ തന്നെ പ്രതികരിക്കുന്നു. മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയാക്കുന്നു. പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തതകൾക്കായി ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ഞങ്ങളുടെ മോർണിംഗ് ഷോയിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വരികയും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, ആരെയും ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കില്ല. കുട്ടികളുടെ ഭാവിക്ക് ഏതാണോ നല്ലത് ആ തീരുമാനത്തിലേക്ക് നമുക്ക് എത്തണം. അതിന് കൃത്യമായ ചർച്ചകൾ ഉണ്ടാകണം. ആ ചർച്ചയ്ക്കാണ് താൻ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന തൻ്റെ എന്താണോ താൻ ഉദ്ദേശിച്ചത് അത് കുറച്ചുകൂടി വ്യക്തമായി മന്ത്രി ഇന്ന് ഞങ്ങളോട് പറഞ്ഞു. ആദ്യം മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. ഞാനിതൊരു ഔദ്യോഗിക കാര്യമായിട്ടല്ല പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിന് വേണ്ടി തയ്യാറായത്. ആ ചർച്ചയുടെ ഫലമായി നമുക്ക് വരേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് 1% മുന്നിൽ നിൽക്കുന്ന അഭിപ്രായം. ആ അഭിപ്രായം കുട്ടികൾക്ക് ഗുണമാവണം. ഏത് തീരുമാനം എടുത്താലും കുട്ടികൾക്ക് അത് ഗുണമാകണം എന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ ഉണ്ടായാൽ ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങിക്കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ ഗവൺമെന്റ് ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യത ഉണ്ട്. ആ ഗവൺമെന്റ് ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം
ഗവൺമെന്റിന് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മന്ത്രി നയം വ്യക്തമാക്കുകയാണ്. അപ്പോൾ മന്ത്രി നയം വ്യക്തമാക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് നോക്കാം എന്താണ് അനുകൂലമായും പ്രതികൂലമായും ഇതിനുള്ള സാഹചര്യങ്ങളെന്ന്. എതിർപ്പുന്നയിക്കുന്നവർ പറയുന്നത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമ്മളുടെ വേനലവധി വരുന്നതെങ്കിൽ അത് ദേശീയ പരീക്ഷകളെ ഉൾപ്പെടെ നമുക്കറിയാം പല തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾ നടക്കുന്ന സമയത്തെ ബാധിക്കും. അത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യവും. കാരണം കേരളത്തിന്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമല്ല നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസം ഒക്കെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി എതിരഭിപ്രായം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാരണം. മറ്റൊന്ന്, വലിയ ചൂട് സമയത്ത് നമ്മൾ അവധി നൽകിയിരിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഇടമാണ്. മാത്രവുമല്ല വലിയ രീതിയിൽ കുടിവെള്ളക്ഷാമമൊക്കെ ഉണ്ടാകുന്ന അവസരമാണ്. കുട്ടികൾ സ്കൂളിലെത്തുകയാണെങ്കിൽ അങ്ങനെ കുടിവെള്ളക്ഷാമമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. മാത്രവുമല്ല കുട്ടികൾ ആ സമയത്ത് ഇങ്ങനെ അടുത്തടുത്തിരുന്ന് പഠിക്കുന്നതൊക്കെ ഒരുപാട് സാംക്രമിക രോഗങ്ങൾ പകരുന്നതിനൊക്കെ ഇടയാകും. അങ്ങനെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എതിർപ്പുന്നയിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള എതിർപ്പുകൾ വരുന്ന സമയത്ത് ഏതാണ് മഴയത്തായെങ്കിൽ പോലും നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ് എന്നെ സംബന്ധിച്ച് മെയ് ജൂൺ എന്ന ഒരു നിർദ്ദേശം അതും മന്ത്രി തന്നെ മുന്നോട്ട് വെച്ചതാണ്. ഏപ്രിൽ മെയ് അല്ലെങ്കിൽ മെയ് ജൂൺ അല്ലെങ്കിൽ ജൂൺ ജൂലൈ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഏപ്രിൽ മെയ് മാസങ്ങളായിരിക്കും നല്ലത് എന്ന ചില അഭിപ്രായങ്ങൾ കൂടി ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടക്കുന്നു. ഇനി മന്ത്രി നിർദ്ദേശിച്ച ജൂൺ ജൂലൈയെ അനുകൂലിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് കൂടി നോക്കാം. മഴക്കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ മഴക്കാലങ്ങളൊക്കെ നമുക്ക് നല്ല ഓർമ്മകളൊന്നും അല്ല സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഭീതിജനകമാണ് എന്ന് കരുതുന്ന കുറേയധികം ആളുകളുണ്ട്. കുട്ടികൾക്ക് ആ സമയത്ത് സുരക്ഷിതമായി വീടുകളിൽ ഇരിക്കാൻ കഴിയുന്നത് ഉചിതമാണ് എന്ന് പറയുന്നവരുണ്ട്. പകർച്ചവ്യാധികൾ മഴക്കാലത്തുണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അപ്പോൾ മെയ് ജൂൺ മാസങ്ങളെ പിന്തുണയ്ക്കുന്നവരും ഉണ്ട്. കടുത്തൽ വേനൽ അതൊരു പ്രശ്നമാണ്. ഈ മൺസൂണിലെ വലിയ മഴ അതും ഭീതിജനകമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ ബ്രിട്ടീഷുകാരാണ് ഈ കൊടും ചൂട് താങ്ങാൻ വയ്യാതെ വേനൽ അവധി എന്നൊരു കോൺസെപ്റ്റ് രൂപപ്പെടുത്തുന്നതും അങ്ങനെ അവധി ആ കാലത്തേക്ക് ആയതും ബ്രിട്ടീഷുകാരുടെ തീരുമാനപ്രകാരമാണ്. പക്ഷേ നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കാലാനുസൃതമായ ഒരു മാറ്റം ഈ അവധിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത് കൃത്യമായ പഠനങ്ങളുടെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ വേണം. പക്ഷേ ഈ മൺസൂൺ കാലം എന്ന് പറയുമ്പോൾ നമ്മൾ പരിശോധിച്ചാൽ നമ്മളുടെ പ്രളയകാലം വലിയ ദുരനുഭവങ്ങളുടേതായിരുന്നു. നമുക്ക് ഒരുപാട് അവധികൾ ഈ ദിവസങ്ങളിൽ നൽകേണ്ടി വരുന്നു. ആ അവധി കാത്ത് കുട്ടികൾക്ക് ഇരിക്കേണ്ടുന്ന സാഹചര്യം വരുന്നു. കളക്ടർമാർ രാവിലെ വൈകി മാത്രം അവധി പ്രഖ്യാപിക്കുന്നത് കുട്ടികളെ ഏറെ ദുരിതത്തിലാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ ഈ മൺസൂൺ കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുവരികയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പിന്നീട് ഉള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മൺസൂൺ എത്രമാത്രം കൃത്യമായി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ്. നമ്മളുടെ ഒരു പ്രളയം ഓഗസ്റ്റ് മാസത്തിലാണ് ഉണ്ടായത് എന്നത് മറന്നുകൂടാ. അപ്പോൾ അങ്ങനെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി നമ്മളുടെ വേനലവധി കൊണ്ടുപോകാൻ കഴിയുമോ എന്നതറിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ വാർഷികം കടന്നുപോയ ദിവസം കഴിഞ്ഞ ദിവസമായിരുന്നു. അന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം അതിതീവ്ര മഴ പെയ്ത ഇടങ്ങളിൽ ഗ്രീൻ അലർട്ട് മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വർഷത്തിനിടയിൽ വലിയ മാറ്റം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പരിഗണിക്കും, എങ്ങനെയാണ് അതിനനുസരിച്ചൊരു അവധിക്രമം തയ്യാറാക്കുക എന്നതൊക്കെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. എന്തായാലും മന്ത്രി ഒരു മാതൃകാപരമായ സമീപനം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ചർച്ചകൾ നടക്കട്ടെ. ആ ചർച്ചകൾ ഏതെങ്കിലും സഭകളുമായോ മതസംഘടനകളുമായോ ഒന്നുമായി ബന്ധപ്പെട്ടല്ല, പകരം കുട്ടികളുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്നവരുമായി, വിദ്യാഭ്യാസ വിദഗ്ധരുമായി, ആരോഗ്യ പ്രവർത്തകരുമായി ഒക്കെയാണ് ആ ചർച്ചകൾ നടക്കേണ്ടത്. ആ ചർച്ചകൾ നടത്തി കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യം എന്ന് തോന്നുന്ന സമയത്തേക്ക് നമുക്ക് അവധികൾ വേണമെങ്കിൽ
മാറ്റാം. അതിന് ഇപ്പോൾ കിട്ടുന്ന പോലെയുള്ള പിന്തുണ മന്ത്രിക്ക് തുടർന്നും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സമീപനം എന്തായാലും മാതൃകാപരമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. വിദ്യാഭ്യാസ മന്ത്രി ഒരു ചർച്ചയ്ക്ക് അത് വെച്ചു എന്നൊന്നും തെറ്റൊന്നുമല്ല. അദ്ദേഹം വിചാരിച്ചത് കാണും. കാരണം 60 ദിവസത്തിൽ ഒരുപാട് ദിവസം അവധി കൊടുക്കേണ്ടി വന്നു. ഇത് കുട്ടികൾക്ക് അല്ലേ, കുട്ടികൾക്ക് അവധി കൊടുക്കേണ്ടി വന്നു. കനത്ത മഴയായതുകൊണ്ട് അങ്ങനെ അവധികളുള്ളത് കൊണ്ട് ക്ലാസ് അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സഭയെ അവധി കൊടുത്താൽ പോലെ എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. ചർച്ച ചെയ്തോട്ടെ, ചർച്ച ചെയ്യട്ടെ, തീരുമാനമൊന്നും എടുക്കരുത്. നമ്മൾ എല്ലാത്തിലൊന്നും കയറി അങ്ങനെ എതിർക്കില്ല. അതിൽ ഞങ്ങൾക്കുള്ള അഭിപ്രായം ഞങ്ങൾ പറയും. അഭിപ്രായം ഞങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് പറയും. പല വശങ്ങളുണ്ട് ഇതിനകത്ത്. ഈ ചൂടിന്റെ വിഷയമുണ്ട്. അങ്ങനെ ഈ മഴക്കാലത്ത് വെക്കേഷൻ കിട്ടിയതുകൊണ്ട് കുട്ടികൾക്കൊന്ന് കളിക്കാൻ പറ്റുമെന്നുള്ള പ്രശ്നമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കൊരു എല്ലാം കൂടിയുള്ളൊരു അവധിയും എല്ലാം കൂടിയല്ലേ. എല്ലാ വിവിധ വശങ്ങൾ ശാരീരികവും മാനസികവും കാലാവസ്ഥപരവുമായ കാരണങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എടുക്കാൻ പറ്റും. ശരി, എന്തായാലും ചർച്ചകൾ നടക്കട്ടെ എന്ന് നമ്മളും ആശിക്കുന്നു. ഇടവേളയിലേക്ക്. ഇനി ഇന്നത്തെ മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിനോടുള്ള നിലപാടിൽ മലക്കം പറഞ്ഞ ആരോഗ്യമന്ത്രി. ഡോക്ടർ ഹാരിസിനെതിരായ നടപടി സ്വാഭാവികമെന്ന് മന്ത്രി വീണ ജോർജ്. അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ട്, നടപടിയെടുക്കാതിരിക്കാനാകില്ലെന്നും മന്ത്രി. അതേസമയം അച്ചടക്ക ലംഘനത്തെക്കുറിച്ച് വികാരാധീനനായി ഹാരിസിന്റെ പ്രതികരണം. ഹാരിസിനൊപ്പമെന്നും നടപടി അനുവദിക്കില്ലെന്നും KGM-CTA. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുതിയ വിവാദം. ശസ്ത്രക്രിയാ ഉപകരണം കാണാതായതായി റിപ്പോർട്ട്. ഉപകരണം മനഃപൂർവ്വം കേടാക്കിയെന്നും റിപ്പോർട്ട്. റിപ്പോർട്ടിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് വിവരം. ഓസിലോസ്കോപ്പ് എന്ന ഉപകരണമാണ് കാണാതായത്. 20 ലക്ഷത്തോളം വിലമതിക്കുന്നതാണ് ഉപകരണം. ശശി തരൂർ MPയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചതാണ് ഇത്. സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാല VC, ടെക്നിക്കൽ സർവകലാശാല VCയായി ശിവപ്രസാദിനെയും നിയമിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ വിജ്ഞാപനം ഇറക്കി. സുപ്രീംകോടതി ഉത്തരവിന് പിന്നാലെ നടപടി. സർവകലാശാലകളിൽ സ്ഥിരം VC നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. ചാൻസലർ സർക്കാരുമായി സഹകരിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതിയും തേടി. RSS വിധേയർ VCമാരാകുന്നുവെന്ന് മന്ത്രി R. ബിന്ദു. VC നിയമനം ഗവർണറുടെ ഏകപക്ഷീയ തീരുമാനമെന്നും കോടതി വിധികൾ ഗവർണർ അവഗണിച്ചുവെന്നും മന്ത്രി. ഗവർണർക്ക് സർക്കാർ കത്ത് നൽകും. സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് VCയെ നിയമിക്കണമെന്ന് മന്ത്രി R. ബിന്ദു. VC നിയമനത്തിന് പിന്നാലെ കടുത്ത നീക്കത്തിന് സർക്കാർ. തീരുമാനം തിരുത്തിയില്ലെങ്കിൽ സമവായ ചർച്ച ബഹിഷ്കരിക്കാൻ ആലോചന. ഗവർണറുടെ നടപടി സുപ്രീംകോടതിയെ വെല്ലുവിളിക്കുന്നതെന്ന് മന്ത്രി P. രാജീവ്. ലൈംഗികാതിക്രമ കേസിൽ മുൻ JDS MP പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനെന്ന് കോടതി. കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ഹെലിനരസിപ്പാറ റൂറൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പരാതിയിലാണ് വിധി. ബംഗളൂരുവിലെ പ്രത്യേക കോടതി നാളെ ശിക്ഷ വിധിക്കും. ജൂലൈ 18-ന് കേസിൽ വാദം പൂർത്തിയായിരുന്നു. ഇതുൾപ്പെടെ 4 ബലാത്സംഗ കേസുകളാണ് രേവണ്ണയ്ക്കെതിരെ നിലവിലുള്ളത്. ആന്ധ്രാപ്രദേശിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്ത് മന്ത്രി സഹോദരൻ. ഭരണ പാർട്ടിയായ TDP മന്ത്രി BC ജനാർദ്ദനൻ റെഡ്ഡിയുടെ സഹോദരൻ ഭൂപാൽ റെഡ്ഡിയാണ് ഡ്യൂട്ടിക്കിടെ പോലീസ് കോൺസ്റ്റബിളിനെ മർദ്ദിച്ചത്. നവീകരിച്ച ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനിടെയായിരുന്നു സംഭവം. തിരക്ക് നിയന്ത്രിക്കുന്നതിനിടെ തടഞ്ഞുവെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. നമ്മുടെ ഫോക്കസ് വാർത്തകളുടെ സമയം നീണ്ടുപോയതിനാൽ ഇന്ന് എന്നിട്ടെന്തായി സെഗ്മെന്റിലേക്ക് കടക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ അതുകൊണ്ട് എന്നിട്ടെന്തായി എന്ന സെഗ്മെന്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്നു സായാഹ്ന യാത്രയിലേക്ക്. കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാല് പഴയ ബിലാലുമല്ല. പക്ഷേ നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് എന്നും ആളുകളുടെ ഇഷ്ട സ്പോട്ടാണ്. അതിൽ മാത്രം ഒരു മാറ്റവും കാലം വരുത്തിയിട്ടില്ല കൊച്ചിയിൽ എന്ന് നമുക്ക് കാണാം. കാരണം കൊച്ചിയിൽ എത്തുന്നവരെല്ലാം ഒന്ന് ഓടി എത്തുന്ന
ഒരു സ്പോട്ട് തന്നെയാണ് ഇപ്പോഴും ഈ മറൈൻ ഡ്രൈവ്. അങ്ങനെ ഒരു സിഗ്നേച്ചർ സ്പോട്ടായി ഈ മറൈൻ ഡ്രൈവ് തുടരുന്നതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കാം. ഡാനിപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ മറൈൻ ഡ്രൈവ് കൂടുതൽ സുന്ദരിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചെത്താം. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ കാഴ്ചകൾ പലതാണ്. കാരണം ഇവിടെ കണ്ട് തീർക്കാനാവാത്ത വിധം കാഴ്ചകളുടെ ഒരു സമൃദ്ധിയാണ് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ. ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാം. മറ്റ് പലയിടങ്ങളും തന്നെയും വൈവിധ്യമാർന്ന കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്ന ഒരിടം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിട്ടുകളയാൻ പറ്റാത്തൊരിടം എന്ന് പറയുന്നത് മറൈൻ ഡ്രൈവ് തന്നെയാണ്. അത് കൊച്ചിയുടെ ഒരു ലാൻഡ് മാർക്കാണ്, കൊച്ചിയുടെ ഒരു മുഖമുദ്രയാണ്. ഇവിടെ വരിക, മറൈൻ ഡ്രൈവ് വരിക, അതോടൊപ്പം തന്നെ ഈ മറൈൻ വാക്വേയിലൂടെ കടന്നു പോകുക, വളരെ വിശാലമായിട്ട് കായലിന് അഭിമുഖമായിട്ടുള്ള ഈ നടപ്പാതയിലൂടെ കടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത്, ഇവിടെയുള്ള ബോട്ടിംഗ് ആസ്വദിക്കുക എന്നുള്ളത് കാര്യങ്ങൾ. ഇവിടെ എന്നാൽ അഴിമുഖം കാണാം, കപ്പൽ സഞ്ചരിക്കുന്നത്, കപ്പൽ ഗതാഗതം, ഇതെല്ലാം കാണാം. അങ്ങനെ കാഴ്ചകളുടെ ഒരു വലിയ കലവറ മറൈൻ ഡ്രൈവിൽ ഒരുക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നാൽ എത്ര സമയം വേണമെങ്കിലും കടന്നു പോകാം. ഈ കാറ്റേറ്റ് വളരെ ഈ തണലിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ആ രീതിയിലേക്ക് വളരെ സുഖമുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരിടം കൂടിയാണ് എറണാകുളം മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ ഒരുപാട് പേർ ഇവിടെ എത്തുന്നത്, എങ്ങനെയാണ് അവർ ഈ മറൈൻ ഡ്രൈവ് എന്ന ഒരു വികാരത്തെ നെഞ്ചോട് ചേർക്കുന്നത് എന്നത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എത്രമാത്രം അവർക്ക് പ്രിയപ്പെട്ടതാണ് ഈ ഇടമെന്ന്. വാക്വേയിലൂടെ എത്ര നടന്നാലും എത്ര കണ്ട് ഇവിടെ കടൽ നോക്കിയിരിക്കാം, അസ്തമയം ഇതെല്ലാം കണ്ടിരുന്നാലും ആർക്കും അങ്ങനെ മതി വരാറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കൊക്കെ ഇവിടെ സ്ഥിരം കാണുന്ന ആളുകൾ അങ്ങനെ പലരും ഉണ്ട്, കൂട്ടുകാരെല്ലാമായിട്ട്. ചേച്ചി ഇവിടെ കട നടത്തുന്നു. ഇത് കടലിലേക്ക് നോക്കിയിരിക്കാതെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം, വലിയൊരു ഭാഗ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരത്തിനോട് പറഞ്ഞ്, എനിക്ക് കടലമ്മ ഇത്രയും കവിഞ്ഞ് വെള്ളം അതിൻ്റെ ഒരു മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദുഃഖങ്ങളൊന്നും വരാറില്ല. എത്ര ദുഃഖം ഉണ്ടെങ്കിലും ഞാൻ അത് ഓർക്കാറില്ല. അത്രയും നല്ല ഇതാണ്, ഭംഗിയാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ നല്ല കാറ്റാണ്. പിന്നെ മഴ ഇപ്പം ഇല്ലാത്തതിൻ്റെ പേരിൽ കുഴപ്പമില്ല. മഴയുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നല്ല സുഖമാണ്. വൈകുന്നേരം വരെ വന്നിരിക്കുന്ന എല്ലാവരും വളരെ സന്തോഷത്തോടെ വരുന്നവരൊക്കെയാണല്ലോ. എല്ലാവരും ബോട്ടിങ്ങിന് പോകുന്നു, എല്ലാം ഇവിടെ കാണുന്ന മുഖങ്ങളെല്ലാം സന്തോഷം. ഇവരെന്റെ നല്ലൊരു സുഹൃത്തുക്കളാണ്. ഇവർക്ക് ഞങ്ങൾ 2 ദിവസമായിട്ടുള്ളൂ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. ചേച്ചിയോട് പരിചയപ്പെട്ട് 1 മാസമായിട്ടുള്ളൂ. ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ കൂടുന്ന ഓരോ സമയങ്ങളും ഞങ്ങൾ കൂടുതൽ സമയം ഇവിടെയാണ് ചിലവഴിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം വന്നിട്ട് തന്നെ ഒരുപാട് വൈകിയാണ് ഇവിടുന്ന് പോയത്. കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തോ മനസ്സിനൊരു സന്തോഷമാണ്. ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും, പല രീതിയിൽ പല പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തുകൊണ്ടോ ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ. ഇടയ്ക്ക് വരാറുണ്ട്, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്നിരിക്കാറുണ്ട്. കുട്ടികളായിട്ട് ഞങ്ങൾ വരും. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമല്ലേ, പ്രത്യേകിച്ച് വൈകുന്നേര സമയത്തൊക്കെ അടിപൊളി സമയം പോകും. മഴ കുറച്ച് ദിവസം മഴയില്ലായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇപ്പം അതുകൊണ്ടൊന്ന് പിള്ളേരെ കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. ശരിക്കും അവർക്കും ഒന്ന് പുറത്തിറങ്ങണ്ടേ. അപ്പം ബെസ്റ്റ് സ്ഥലമാണ് ഇവിടെ ഒക്കെ വന്നിരിക്കാൻ. ഇന്ന് ശരിക്കും തിരക്കൊന്നുമില്ല, എന്താ അറിയില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇരിക്കാൻ സീറ്റ് കിട്ടാറില്ല ഇവിടെ ഒന്നും. ഇങ്ങനെ നടന്ന് എവിടെയെങ്കിലും കിട്ടാറ്. പക്ഷെ ഇന്ന് എന്തോ അധികം ആളൊന്നുമില്ല, നല്ല അന്തരീക്ഷം. അതെ, നല്ല അന്തരീക്ഷവും അധികം ആളും ഇല്ല. നല്ല അടിപൊളിയാണ്. നമുക്ക് നല്ല ഇഷ്ടമായി. നമ്മളിപ്പോൾ പൊതുവെ കാലിക്കറ്റ് ആയതുകൊണ്ട് ബീച്ചിനെക്കാളും പ്രത്യേകത ഉണ്ട് ഇവിടെ. നല്ല ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ട് പോലെ തോന്നുന്നുണ്ട്. ഇല്ല, ബോട്ടിങ്ങിന് പോയിട്ടില്ല. ടൈമിന്റെ ഒരു പ്രശ്നം കൊണ്ട് വേറൊരു ആവശ്യത്തിന് വന്നായിരുന്നു. ഫാമിലിയായിട്ട് കൂടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എങ്ങനെ ഇവിടെ ഈ അറ്റ്മോസ്ഫിയറും പിന്നെ തൊട്ടടുത്തടുത്ത ഷോപ്പുകളും പിന്നെ ഇങ്ങനെ ഓരോരോ ഫോട്ടോ എടുക്കുന്നത്, അങ്ങനെ പുതിയ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയോ. അടിപൊളി.
മറൈൻ ഡ്രൈവിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ വാക്കിലും വരിയിലും നിറയുന്നത് അതത്രയും അവരുടെ മുഖത്ത് കാണുന്നുണ്ട്. കാരണം ഇവിടെ വന്നിരിക്കുക, ഇതിലേക്ക് എവിടേക്ക് കടലിലേക്ക് നോക്കിയിരിക്കുക. മാത്രമല്ല ഈ ബോട്ടിംഗ് ഈ നമുക്ക് കാണാം നിരന്ന അവിടെ അറ്റം വരെ ബോട്ടിംഗ് വളരെ വിപുലമാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ സീസൺ ആണെങ്കിലും അല്ലെങ്കിലും എല്ലാം കൂടി മറൈൻ ഡ്രൈവിലേക്ക് എത്തുന്നവർ, കൊച്ചിയിലേക്ക് എത്തുന്നവർ ഈ കായൽ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു. തൊട്ടപ്പുറത്ത് വലിയ രീതിയിലേക്ക് സർവീസ് നടത്താനുള്ള കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം വളരെ സന്തോഷത്തോടെ നോക്കിയിരുന്ന് കണ്ടുപോകുന്നു. അങ്ങനെ കൊച്ചിയിലേക്ക് വരുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ഈ മറൈൻ ഡ്രൈവും വാക്ക് വേയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൊച്ചിയിലേക്ക് എത്തുന്നവർ എന്തുകൊണ്ടാണ് മറൈൻ ഡ്രൈവിനെ ഇത്രമേൽ അടുത്ത് വയ്ക്കുന്നതെന്ന് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അറിയാം. കാരണം ഇവിടെ വന്നു പോകുന്നവർക്ക് ഒരിക്കലും മുഷിപ്പില്ലാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്നൊരിടം തന്നെയാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്നവർ, അത് മറ്റ് പലയിടങ്ങളിൽ നിന്നെത്തുന്നവർക്ക് തന്നെയും വളരെ സുഖമുള്ള ഒരു അന്തരീക്ഷവും സുഖമുള്ള കാഴ്ചകൾ തന്നെയാണ് എറണാകുളം മറൈൻ ഡ്രൈവ് ചേർത്ത് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് അത് ഒരു വൈകുന്നേരത്തേക്ക് ആവുമ്പോഴേക്കും വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഇവിടേക്ക് ഓരോരുത്തരായിട്ട് എത്തുന്നത്. അത് എവിടെ നിന്നായി വരുന്നവരാണെങ്കിലും ഈ മറൈൻ ഡ്രൈവിലേക്ക് എത്തുമ്പോൾ പുതിയ ഒരു അന്തരീക്ഷത്തിലേക്കെല്ലാം തന്നെ അവർ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്തേക്ക് വരുന്നവർക്ക് മറൈൻ ഡ്രൈവ് വളരെ സുന്ദരമുള്ള ഒരിടമായിട്ട് വരുന്നതും തിരിച്ചു പോകുന്നതും വളരെ സ്നേഹമുള്ള കാഴ്ചകളുമായിട്ട് അവർ മടങ്ങിപ്പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഒരു നേർച്ച പോലെ മറൈൻ ഡ്രൈവിലേക്ക് പോയ കാലം ഞാൻ ഓർത്തുപോയി. താങ്ക് യു ഡാനി പോൾ, ഞങ്ങൾക്ക് സുന്ദരമായ കാഴ്ചകൾ പങ്കുവച്ചതിന്. ഇനി ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.